നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് മുഖേന ലഭ്യമായ ഫുള്ളി ഓട്ടോമാറ്റിക് അത്യാധുനിക ലാബ് മെഷീൻ ഹോർമോൺ അനലൈസറിന്റെ ഉദ്ഘാടനം നോർത്ത് പറവൂർ നഗരസഭ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ പറവൂർ നഗരസഭ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. പറവൂരിലെ നഗരസഭയുടെ കൊളുത്തിവെച്ചൊരു നിലവിളക്കാണ് നമ്മുടെ ആയുർവേദ ആശുപത്രി. ഞങ്ങളുടെ മുഖം എപ്പോഴും പ്രസന്നമാക്കി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയിൽ ഒന്നാണ് പറവൂർ ആയുർവേദ ആശുപത്രി. നമ്മുടെ ഹോമിയോ ആശുപത്രിയുണ്ട്, നമ്മുടെ താലൂക്ക് ആശുപത്രിയുണ്ട്, ആയുർവേദ ആശുപത്രി എല്ലാം ഗുണമേന്മയാണെങ്കിലും ഇവിടെ നമുക്ക് ജില്ലയിൽ തന്നെ നിരവധി ആളുകൾ വന്ന് ഇവിടെ ചികിത്സ തരുന്നത് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്. നമ്മുടെ സൂപ്രണ്ടാണെങ്കിൽ തന്നെ എപ്പോഴും പ്രസക്റ്റായിട്ട് എനിക്ക് തന്നെ ഏറ്റവും വിഷമമാണ്. എല്ലാ ദിവസവും നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ വന്ന് എന്നെയും ഹെൽത്ത് ചെയർമാനെയൊക്കെ കണ്ടുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ ഓടിയെത്തുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ്. നേരത്തെ വൈസ് ചെയർപേഴ്സൺ പറഞ്ഞ പോലെ നമ്മുടെ ലാബ് എന്ന് പറഞ്ഞ ഏറ്റവും നല്ല ലാബുകളിലൊന്നാണ്. ഇന്നിപ്പോ ഈ പുതിയ മിഷൻ കൂടി വരുമ്പോൾ ഏകദേശം 30 ലക്ഷം രൂപ ചെലവാക്കി ഈ ഉപകരണം നമ്മൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. വൈസ് ചെയർപേഴ്സൺ ലൈജി ബിജു അധ്യക്ഷയായി. ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു അസുഖം അത് കണ്ടെത്താനായിട്ട് ദിവസങ്ങളോളം എടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റുകളൊക്കെ നടത്തി അതിനുള്ള ട്രീറ്റ്മെന്റ് ആരംഭിക്കുക. റൂട്ടീൻ ടെസ്റ്റ് നടത്തി 2-3 ദിവസം എടുത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് പുറത്തെ പ്രൈവറ്റ് ലാബുകളെയൊക്കെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ഈ ഹോസ്പിറ്റൽ തന്നെ നമുക്ക് ഇതുപോലെ ഹോർമോൺ അനലൈസറിന്റെ മെഷീനിലൂടെ സ്ഥാപിക്കുകയും അതിന് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പൊ ഇതിലെ 2 കാര്യങ്ങളാണ് പ്രത്യേകം പറയാനുള്ളത്. പെട്ടെന്ന് നമ്മൾ രോഗം കണ്ടെത്താനായിട്ട് ഒരു സഹായിയാണ്. അത് കൂടാതെ തന്നെ നമ്മളുടെ സാമ്പത്തികമായിട്ട് ഈ ഹോർമോൺ ടെസ്റ്റുകൾക്കൊക്കെ ചെലവ് വരുന്നുണ്ട്. ഏകദേശം 1500-2000 രൂപ ചെലവ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് ഉണ്ട്. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുധാ മേനോൻ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. 3 കൊല്ലം മുമ്പ് ഇതേ ദിവസം തന്നെയാണ് ലാബിന് ഇവിടെ ലാബ് കെട്ടിടം ഉദ്ഘാടനം നടത്തിയത്. 22 മാർച്ച് 5-ാം തീയതി കൃത്യം 3 കൊല്ലം കഴിഞ്ഞപ്പോ അതേ ദിവസം തന്നെ നമുക്ക് ഇവിടെ ഒരു പുതിയ മെഷീൻ ഹോർമോൺ അനലൈസറിന്റെ പുതിയ മെഷീൻ ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സൗകര്യം കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് സത്യമായിട്ട് പറയാൻ ആദ്യമായിട്ടാണ് പറവൂര് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ നഗരസഭയായാലും എന്താ പറയാ എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന എന്ത് കാര്യം പറഞ്ഞാലും ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ്. അപ്പൊ നമുക്ക് ഈ മെഷീൻ ശരിക്കും പറഞ്ഞാൽ നഗരസഭ കഴിഞ്ഞ പദ്ധതിയിൽ വെച്ചതാണ്. അപ്പോഴത്തേക്കാണ് നമുക്ക് നാഷണൽ ആയുഷ് മിഷന്റെ വകയായിട്ട് നമുക്ക് മെഷീൻ കിട്ടി. പക്ഷെ മെഷീന്റെ തുടർ ചെലവുകൾ ഇതിലെ ഈ റിയേജൻസിനൊക്കെ ഒരു കിറ്റിന് 27,000 രൂപയാണ് റിയേജന്റിനൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് പുറത്തൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ വൈറ്റമിൻ D3 ആയാലും B12 ആയാലൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ റേറ്റ് കൂടുതൽ അതുകൊണ്ടാണ്. പക്ഷെ ആ ഒരു റേറ്റ് ഒരു പരിധി വരെ പരിഹരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ചെയ്യാനായിട്ട് നമ്മുടെ പദ്ധതിയിൽ തുടർ പരിപാലനം ലാബ് തുടർ പരിപാലനം എന്ന് പറഞ്ഞ പദ്ധതി വെച്ച് നമുക്ക് റിയേജൻസ് വാങ്ങാനുള്ള സഹായ സഹകരണം നമ്മുടെ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സജി നമ്പിയത്ത്, ജലജ രവീന്ദ്രൻ, KG ഹരിദാസ്, പ്രതിപക്ഷ കൗൺസിൽ ലീഡർ CA രാജീവ്, ബീന ശശിധരൻ, വാർഡ് കൗൺസിലർ ഷെമി മോൾ, കൗൺസിലർമാരായ ജയദേവാനന്ദൻ, ആശാ മുരളി, ഷിനി റജി, നന്ദിനി രമേശ്, ഗീതാ ബാബു, M കുട്ടപ്പൻ, K രാമചന്ദ്രൻ, PD സുകുമാരി,
HMC റോഷൻ ചാക്കപ്പൻ, ഷീബ പ്രതാപൻ, PR സജേഷ് എന്നിവർ സംസാരിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.